ഇടുക്കി ശാന്തൻപാറ പന്നിയാറിൽ കാട്ടാന ആക്രമണത്തിൽ തകർന്ന റേഷൻ കടയ്ക്ക് ചുറ്റും വനം വകുപ്പ് സോളാർ വെയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ അതെ, കേൾക്കുമ്പോൾ തമാശയാണ്. കാരണം അത് എനിക്ക് തോന്നുന്നു എപ്പോ കാട്ടാന ഇറങ്ങിയാലും, പ്രത്യേകിച്ച് അരിക്കൊമ്പൻ അവിടെ ഇറങ്ങിയാൽ തകർക്കുന്ന ഒരു റേഷൻ കടയാണിത്. ഈ റേഷൻ കട തകർക്കുക എന്നുള്ളത് അരിക്കൊമ്പന്റെ ഒരു ഹോബിയാണ്. തകർക്കുക, അവിടുന്ന് അരിയെടുത്ത് കഴിക്കുക, പോവുക. ഇത് വീണ്ടും ഈ റേഷൻ കട അവര് തട്ടിക്കൂട്ടി വെക്കും, വീണ്ടും പോകും. ഇതിനൊരു ഈ കെട്ടിടം ഒന്ന് ബലപ്പെടുത്തണം എന്നുള്ള ആവശ്യത്തിന് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷെ ഇപ്പോ പറഞ്ഞിരിക്കുന്നത് സോളാർ വേലി സ്ഥാപിക്കുകയാണ്. ചുറ്റിനും ഒരു സോളാർ വേലി സ്ഥാപിച്ചു. ഒരു പ്രഖ്യാപനം കൂടെ പന്നിയാറിലും ആനയിറങ്കലിലും റേഷൻ കടകൾക്കായി പുതിയ കെട്ടിടം ഏതാണ്ട് ഉരുക്കുകൊണ്ടോ കരിങ്കല്ലോ കൊണ്ടോ മറ്റോ ഉണ്ടാക്കുമോ എന്നറിയില്ല. എന്തായാലും ഒന്ന് കാണാം സോളാർ ഫെൻസിങ്ങിന്റെ വാർത്ത. രണ്ടാഴ്ചക്കിടെ 5 തവണയാണ് പന്നിയാറിലെ റേഷൻ കട അരിക്കൊമ്പൻ ആക്രമിച്ചത്. അവസാനത്തെ ആക്രമണത്തിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നു. മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായതോടെയാണ് സോളാർ വേലി ഒരുക്കാൻ വൈദ്യുതി വകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. പന്നിയാർ എസ്റ്റേറ്റിലെ സ്കൂൾ, കളിസ്ഥലം, ആരാധനാലയം തുടങ്ങിയവയ്ക്ക് സംരക്ഷണം ഒരുക്കിയാണ് വേലി നിർമ്മിച്ചിരിക്കുന്നത്. ആ പ്രദേശത്ത് ഇനി ഒരു ഭയം കൂടാതെ റേഷൻ കട തുടർന്നു കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനും യാതൊരു പ്രശ്നമില്ലാത്ത തരത്തിലേക്ക് ആ സംവിധാനം ഒരുക്കിയ ഫോറസ്റ്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് അവരത് നടപ്പാക്കിയിട്ടുണ്ട്. റേഷൻ കട താൽക്കാലികമായി പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിലേക്ക് മാറ്റി. പന്നിയാറിനൊപ്പം ആനയിറങ്കലിലെയും റേഷൻ കടകൾക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന് ജില്ലാ കലക്ടർ ഹാരിസൺ മലയാളം കമ്പനിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാട്ടാന ആക്രമണം പതിവായ സാഹചര്യത്തിൽ ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന സിംഗുകണ്ടം, ചെമ്പകത്തൊഴിക്കുടി, BL റാം, കോഴിപ്പനക്കുടി തുടങ്ങിയ മേഖലകൾക്കും സംരക്ഷണമൊരുക്കാൻ ഫെൻസിംഗ് സ്ഥാപിക്കും. ആകെ 21.7 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഹാങ്ങിംഗ് സോളാർ ഫെൻസിംഗ് ഒരുക്കാനാണ് വനം വകുപ്പിന്റെ പദ്ധതി. ന്യൂസ് 18 നെടുങ്കണ്ടം. അപ്പോൾ ബജറ്റിന്റെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബജറ്റ് സംബന്ധിച്ച പ്രതികരണങ്ങളുണ്ട്. നമ്മുടെ ഇൻപുട്ട് എഡിറ്റർ TG സജിതിന് ധനമന്ത്രി KN ബാലഗോപാൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ ശക്തമായി തന്നെ ബജറ്റ് നിർദ്ദേശങ്ങളെ പ്രതിരോധിക്കുന്നുണ്ട്, ന്യായീകരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.